അങ്ങനെ എനിക്ക് എന്തായാലും നല്ല ബെനിഫിറ്റ് ഉണ്ട് മിസ് ക്ലാസ്സുകൾ. പിന്നെ മിസ്സിന്റെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എപ്പോഴും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും മിസ് അപ്പൊ തന്നെ റിപ്ലൈ അയക്കും. അതിനെ ഒരു ബുദ്ധിമുട്ടും കാണിച്ചിട്ടില്ല. നമ്മൾ സാധാരണ എനിക്ക് ആദ്യമൊക്കെ അയക്കാൻ ഒരു പേടിയായിരുന്നു. കാരണം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണല്ലോ. ഇപ്പൊ നമ്മുടെ കോളേജിലാണെങ്കിലും ടീച്ചർമാർക്ക് അയക്കാൻ നമുക്ക് ഒരു അതെ, പേടിയാണ്. നമുക്ക് അല്ല അവരോട് നമ്മൾ എപ്പോ ചോദിച്ചാലും പിന്നെ അല്ലെങ്കിൽ നമ്മൾ ആ, അത് അല്ല, നമ്മളോട് ചോദിക്കരുത് എന്നുള്ള ഒരു രീതിയിലായിരിക്കും അവർ നമുക്ക് മറുപടി തരുന്നത്. അങ്ങനെ എനിക്ക് നമുക്കൊരു കിട്ടിയിട്ടുണ്ട്. പേടിയുമാണ്. അവര് ചോദിക്കുമ്പോ ഇനി എന്ത് പറയും, നിങ്ങൾ അതെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലേ, നിങ്ങൾ എന്ത് ചെയ്യണേ, അങ്ങനെയൊക്കെ ഒരു ഇത് അതെ ചോദിക്കുമല്ലോ എന്നുള്ള ഒരു പേടിയാണ്. പക്ഷെ മിസ്സിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു തോന്നിയിട്ട് എപ്പോ വേണമെങ്കിലും ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെ എപ്പോ വേണമെങ്കിലും ചോദിക്കാം. മിസ് കണ്ട ഉടനെ എന്തായാലും ആൻസർ, ഞാൻ ചോദിച്ചു ഒരാൾ പോലും മിസ് ആൻസർ ചെയ്യാതിരുന്നിട്ടില്ല. എല്ലാവർക്കും മിസ് ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോ ഞാൻ മിസ്സിന്റെ എപ്പോഴും ഭാഗത്തു നിന്നുള്ള കെമിസ്ട്രിക്കാരോട് എപ്പോഴും പറയും, നിന്റെ എന്ത് പൊട്ടത്തരം തോന്നിയാലും ചോദിച്ചോ. അപ്പൊ ചിലവർക്ക് പുതിയ സബ്ജക്ട് പഠിക്കുമ്പോഴത്തേക്കും ഇപ്പൊ എൻവയോൺമെന്റ് കെമിസ്ട്രിക്കാരാണെങ്കിലും എന്ത് ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് പൊട്ടത്തരാണോ, അങ്ങനെ ഒന്നും വിചാരിക്കരുത്, എന്ത് തോന്നിയാലും ചോദിച്ചോളാം ഞാൻ പറയും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഫുള്ള് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാരും. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എൻവിറോൺമെന്റൽ സയൻസ്, കെമിസ്ട്രി, ഇതൊക്കെ ഞങ്ങൾക്ക് ഇത്തിരി പാട്. അതെ കാരണം ഈ കെമിസ്ട്രി ഒക്കെ നമ്മൾ പ്ലസ് ടുവിലെ ടച്ച് വിട്ട് പോയതാണല്ലേ, അതെ മോളാരിറ്റി അതെ ഇതൊക്കെ. ശരിയാ. പിന്നെ ഈ എൻവിറോൺമെന്റൽ സയൻസും അങ്ങനെ തന്നെ, അതിലും പ്രത്യേകിച്ച് പിന്നെ കുറച്ചറിയാവുന്നത് ടൈട്രേഷൻ, BOD, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മള് നമ്മള് മൈക്രോയിൽ പഠിച്ചിട്ടുള്ളൂ. പഠിക്കണോണ്ട് ശരിയാ. അറിയാൻ പറ്റുന്നത്. PSC-ക്ക് അപ്പൊ പഠിക്കുന്നതാ അതൊക്കെ നമ്മള്. ആ അത് ഞാനാണെങ്കിൽ BSc-യും MSc-യും മൈക്രോ ആണ്. അതുകൊണ്ട് BSc വേറെ ഏതെങ്കിലും എടുത്തിട്ട് വന്നായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആ ലൈഫ് സയൻസ് എങ്കിലും അറിയാൻ പറ്റില്ല. ആ ഇതിപ്പോ മൈക്രോ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഈ സബ്ജക്ട് പുതിയതായിട്ടൊക്കെ പഠിക്കാൻ പറ്റും. പിന്നെ അവര് PSC-യുടെ ഇതൊന്നും എനിക്ക് അറിയില്ല. ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ചോദിക്കണേന്നൊക്കെ. അപ്പൊ അതൊക്കെ മിസ് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു തന്നെ, എന്തൊക്കെ റെഫർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ. എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പൊ മിസ് ചെയ്യേണ്ട എല്ലാം അതെ, 100% ഡെഡിക്കേറ്റഡ് ആണ് മിസ് ഇനി ക്ലാസ് നമുക്ക് റിവിഷൻ എടുക്കുന്നത്. ക്ലാസ്സസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ആ അതെ, ഇനി സമയമാകുമ്പോഴത്തേക്കും ഞങ്ങള് സ്പീഡില് ഇനി പഠിച്ചെത്തി നമുക്ക് ഫുള്ള് തകർത്ത് വാരി എടുക്കാം എല്ലാവർക്കും. എള്ളയില് ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് പോലെ വേറെ ആരും എടുത്തിട്ടില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ ആരും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് 100% ഉറപ്പാണ്. അതാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഇനി എന്താണ്, ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോ ഇരുന്ന് റിവിഷൻ ചെയ്ത് പഠിക്കണം. പഠിക്കണം.